പട്ടേലിനെ കോൺഗ്രസിലെ ആളായിരുന്നു, RS നിരോധിച്ച ആളായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹത്തെ ഈ BJP അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലല്ലേ? പിന്നെ സവർക്കർ ഒരിക്കൽ പോലും RS അല്ല, എന്നിട്ട് പോലും അദ്ദേഹത്തെ BJP അംഗീകരിക്കുന്നു. പുരാതന ഭാരതത്തിലെ പ്രതിഭകളുള്ള ഒരാളായിരുന്നു മഹർഷി സുശ്രുതൻ. അദ്ദേഹം ഫാദർ ഓഫ് സർജറി എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ്. അതായത് 2500 വർഷങ്ങൾക്ക് മുമ്പ് പുരാതന ഇന്ത്യയിൽ ധാരാളം സർജറി നടത്തിയ ആളാണ്. അതായത് അന്നത്തെ യുദ്ധത്തിൽ അപകടം പറ്റിയ ആൾക്കാർക്ക്, അതുപോലെ തന്നെ ഈ മൂക്ക് മുറിച്ച ആൾക്കാർക്ക് ശിക്ഷാവിധികളുണ്ട്. അവർക്ക് മൂക്ക് വീണ്ടും പിടിപ്പിക്കണമെങ്കിൽ പ്ലാസ്റ്റിക് സർജറി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ അദ്ദേഹത്തെ ഫാദർ സർജറി എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതിമ സ്കോട്ട്ലാൻഡിൽ ഒരു കോളേജിൽ 90 കിലോഗ്രാമുള്ള വെങ്കല ശില്പം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ കോൺഗ്രസ് ഭരിച്ച 1947 മുതൽ 2014 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ സുശ്രുതന്റെ ഒരു ഫോട്ടോവും ഇവിടെ വെച്ചിട്ടില്ല. BJP മാത്രമാണ് അത് വെച്ചത്. സുശ്രുതൻ BJP-കാരനല്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ട വെച്ചാൽ അത്തരം ആളുകളെയും നമ്മുടെ പൈതൃകങ്ങളെയും ഒരിക്കൽ പോലും അംഗീകരിക്കാത്തതാണ് കോൺഗ്രസ്. അപ്പോൾ സുശ്രുതന്റെ പ്രതിമ സ്കോട്ട്ലാൻഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അദ്ദേഹം എത്രത്തോളം പ്രശസ്തനാണ് ലോകത്തിലെ. അപ്പോൾ അത്തരം ഒരാളെ കോൺഗ്രസ് ഗൗനിച്ചിട്ടേ ഒരിക്കലും. BJP-കാരനും ഇവിടെ ഗവൺമെൻറ് വന്ന ശേഷം മാത്രമാണ് 2 സ്ഥലങ്ങളിലാണ് സർക്കാരിൻ്റെ രീതിയിലുള്ള ഈ സുശ്രുതന്റെ പ്രതിമ സ്ഥാപിച്ചത്. ഒന്ന് 2018 ജൂലൈ 14-ാം തീയതി, അന്ന് ഡൽഹിയിലെ എയിംസിൽ BJP ഗവൺമെൻറ് വെച്ചത്. 2025 മെയ് 25-ാം തീയതി ഗോവയിലും അത് BJP ഗവൺമെൻറ് വെക്കുന്നത്. നമ്മുടെ ഈ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും ഒക്കെ അംഗീകരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു കാരണം കൊണ്ട്. അത് മുമ്പേ തന്നെ കോൺഗ്രസ് വെക്കാമായിരുന്നു, അത് വെച്ചിട്ടില്ല. പട്ടേലിനെ കോൺഗ്രസിലെ ആളായിരുന്നു, RS നിരോധിച്ച ആളായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹത്തെ ഈ BJP അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലല്ലേ? പിന്നെ സവർക്കർ ഒരിക്കൽ പോലും RS അല്ല, എന്നിട്ട് പോലും അദ്ദേഹത്തെ BJP അംഗീകരിക്കുന്നു. ഇതാണ് ഈ ഓരോ പാർട്ടിയുടെയും വിഷൻ. അതാണ്. അതുകൊണ്ടാണ് BJP-ന്റെ മഹത്വവും.